മനസ്സിലായി കാണില്ലായിരിക്കും. അത് കാരണം ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അതായത് അയർലൻഡിലെ പുണ്യ സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അയർലൻഡിലെ നോക്ക് പള്ളിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ വാ നമുക്ക് കാണാം. ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ചരിത്രം മാറ്റി എഴുതിയ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം നടന്ന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അയർലൻഡിലെ കൗണ്ടി മയോയിലുള്ള ഒരു ചെറിയ ഗ്രാമമായ നോക്കിലാണ്. ഡബ്ലിനിൽ നിന്ന് 220 കിലോമീറ്റർ അകലെയാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ബസ് മാർഗം വരേണ്ടവർക്ക് ബസ് ഐറിൻ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. വിശദവിവരങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് അയർലൻഡ് വെസ്റ്റ് എയർപോർട്ട് 20 കിലോമീറ്റർ ദൂരത്തിലും തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനായ ക്ലെയർ മോറിസ് 11 കിലോമീറ്റർ ദൂരത്തിലുമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് 1879 ഓഗസ്റ്റ് മാസം 21 തീയതി ഏകദേശം 8 മണിയോടുകൂടിയാണ്. നോക്കിലെ ഇടവ പള്ളിയിലെ തെക്ക് ഭാഗത്തുള്ള ഭിത്തിയിൽ പരിശുദ്ധ കന്യാമറിയം 15 ഗ്രാമീണർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ഈ ദർശനത്തിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം വിശുദ്ധ ഔസേപ്പിതാവും വിശുദ്ധ ജോൺ ഇവാഞ്ചലിസ്റ്റിന് ഇടതുവശത്തായി ഒരു അൾത്താരയും അൾത്താരയിൽ ഒരു കുഞ്ഞാടുമാണ് അവർ കണ്ടത്. 2 മണിക്കൂറോളം നീണ്ടു നിന്ന ഈ ദർശനം കണ്ടവരിൽ 5 വയസ്സുള്ള കുട്ടി മുതൽ 75 വയസ്സ് വരെ പ്രായമുള്ളവരുണ്ടായിരുന്നു. മറ്റുള്ള പ്രത്യക്ഷീകരണങ്ങൾക്ക് വിപരീതമായി ഈ ദർശനത്തിൽ മാതാവ് ഒന്നും സംസാരിച്ചിരുന്നില്ല. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുകയും അതുപോലെ തലയിലൊരു സ്വർണ്ണ കിരീടവും ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഈ അൾത്താരയിൽ മനോഹരമായി അതിൻ്റെ ദൃശ്യങ്ങൾ ആ സ്ഥലത്ത് തന്നെ പുനർനിർമ്മിച്ചിരിക്കുന്നതായിട്ട് കാണാം. നമ്മളീ കാണുന്ന ഈ ബസലിക്ക 1976 അയർലൻഡിലെ അവർ ലേഡി ക്യൂൻ ഓഫ് ചർച്ച് ആയിട്ട് തുറന്നു. നോക്ക് പ്രത്യക്ഷതയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ 1979 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇത് ബസലിക്കയായിട്ട് ഉയർത്തിയത്. നമ്മളിനി ബസലിക്കയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ഈ ദേവാലയത്തിൽ അയർലൻഡിലെ 32 കൗണ്ടികളിൽ നിന്ന് ഓരോന്നിനെയും പ്രതിനിധീകരിക്കുന്ന വൃത്താകൃതിയിലുള്ള കൽത്തൂണുകൾ ചുറ്റുമുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിലേക്ക് ഈ ദേവാലയം പുതുക്കി നിർമ്മിച്ചത് 2016 നമ്മളീ കാണുന്ന മനോഹരമായിട്ടുള്ള മൊസൈക്ക് ഓഫ് ദി അപ്പരിഷൻ 1.5 ദശലക്ഷത്തിലധികം നിറമുള്ള ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഈ അപ്പരിഷൻ ഐറിഷ് ആർട്ടിസ്റ്റ് PJ ഇഞ്ചിന്റെ പെയിന്റിങ്ങിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 1879 ആ ദർശനം കണ്ട 15 പേരുടെ പേരും അവരുടെ പ്രായവും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബസലിക്കയ്ക്കുള്ളിലുള്ള ഈ കൂദാശ ചാപ്പലിൽ മനോഹരമായിട്ടുള്ള അവസാന അത്താഴത്തിന്റെ ഒരു ചുവർച്ചിത്രം നിങ്ങൾക്ക് കാണാം. ആർട്ടിസ്റ്റ് നവോമി ബ്രൈഡ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. വളരെ മനോഹരമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും 2018 ഓഗസ്റ്റിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ട്. 2021 മാർച്ച് മാസം 19 തീയതിയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ അന്തർദേശീയ ദീപികാരുണ്യ മരിയൻ ദേവാലയമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. ഇനി നമ്മൾ പോകുന്നത് 140 വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന നോക്കിൻ്റെ അതുല്യവും ആകർഷകവുമായിട്ടുള്ള കാഴ്ചകൾ ഉൾക്കൊള്ളുന്ന നോക്ക് മ്യൂസിയത്തിലേക്കാണ്. 1879 മുതൽ നോക്കിലെത്തിയ എല്ലാ തീർത്ഥാടകരുടെയും സ്മരണയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ഈ നോക്ക് മ്യൂസിയം.
ഈ മ്യൂസിയത്തിലെ മറ്റൊരു പ്രത്യേകത, എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിൽ ഹാൻഡ് ഹെൽഡ് ഓഡിയോ ഗൈഡ് ലഭ്യമാണ്. ഇംഗ്ലീഷ് അടക്കം 7 ഭാഷകളിൽ ഇത് ലഭ്യമാണ്. അയർലൻഡിലെ മ്യൂസിയം സ്റ്റാൻഡേർഡ് പ്രോഗ്രാമിൻ്റെ അംഗീകാരമുള്ളതാണ് ഈ മ്യൂസിയം. ഈ കാണുന്ന വലിയ കുരിശ് 1979 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇവിടം സന്ദർശിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ വർഷവും 15 ലക്ഷം തീർത്ഥാടകർ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നതായിട്ടാണ് കണക്ക്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും വലിയ പ്രത്യാശ സമ്മാനിക്കുന്ന സ്ഥലം കൂടിയാണ്. വിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ കന്യാമരത്തിൻ്റെയും പ്രാധാന്യം വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്ന സ്ഥലം കൂടിയാണ് ഈ വിശുദ്ധ സ്ഥലം. ഇപ്പോൾ വീഡിയോയുടെ അവസാനിക്കുന്നു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.